ഗുഡ് മോർണിംഗ് ഗൈസ്. നമ്മൾ രാവിലെ തന്നെ മഴയത്തൊരു ട്രെക്കിങ്ങിന് ഇറങ്ങിയതാണ് കേട്ടോ. പക്ഷേ എന്നെ നമുക്ക് ട്രെക്കിങ് പൂർത്തിയാക്കാൻ പറ്റിയില്ല. നമ്മൾ ഇത്രയും പ്രതീക്ഷയില്ല കേട്ടോ. വെള്ളം ഭയങ്കര വെള്ളമായിരുന്നു. സാധാരണ ഇത്രയും വെള്ളമില്ല. അപ്പം മഴ തുടങ്ങിയതല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞ് ഞങ്ങൾ ട്രെക്കിങ്ങിന് ഇറങ്ങിയതാണ്. ഒരു രക്ഷയില്ല കേട്ടോ. അപ്പോൾ മഴക്കാലത്ത് നിങ്ങൾ ഇങ്ങനത്തെ സ്ഥലത്തൊക്കെ പോകാണ്ടിരിക്കുക. ഭയങ്കര റിസ്ക്കാണ്. നമ്മൾ തൽക്കാലം നമ്മൾ ഈ സ്ഥലം ഏതാണെന്ന് പറയുന്നില്ല കേട്ടോ. കാരണം നല്ല റിസ്ക്കാണ്. എങ്ങനെയുണ്ടായിരുന്നോ ട്രെക്കിങ്? മഴക്കാലത്ത് കുളിക്കാന്നായിരിക്കും ഇറങ്ങിയെന്നാ കുളിക്കുകയും ചെയ്തു. എന്താ പറയുക, എല്ലാം കൊണ്ട് നോക്കിയായിരുന്നു. നമ്മൾ സത്യം പറഞ്ഞാൽ ചുമ്മാ ഇറങ്ങിയതാ. അപ്പോൾ ഈ വെള്ളം കണ്ടപ്പോൾ മൊബൈലിൽ ഷൂട്ട് ചെയ്താണേ. അതുകൊണ്ട് വീഡിയോയ്ക്ക് ചെറിയ ഷേക്കും ക്ലാരിറ്റിയൊക്കെ പ്രശ്നം ഉണ്ടാവും. നിങ്ങളെല്ലാം വീഡിയോ കണ്ടിട്ടോ. 2 ദിവസം നല്ല മഴയുണ്ടായിരുന്നതുകൊണ്ട് നല്ല വെള്ളമുണ്ട്. സാധാരണ ഇവിടെ ഇത്രയും വെള്ളം കാണാറില്ല. നമുക്കിനി ഇത് ക്രോസ് ചെയ്തിട്ട് വേണം വാട്ടർഫാളിലേക്ക് എത്താൻ. താഴെ ഇത്രയും വെള്ളമുള്ളപ്പോൾ വാട്ടർഫാളിൽ നല്ല വെള്ളമായിരിക്കും. നമുക്കേതായാലും മുകളിലോട്ടൊന്ന് പോയി നോക്കാം. ഓക്കെ വാ, കേറി വരില്ലേ? ഭയങ്കര കുഴപ്പമില്ലേ? പൊന്നെ ഹെവി വെള്ളമാ. അയ്യോ, ഈ വെള്ളം നോക്കിക്കേ. എൻ്റെ അമ്മോ, എന്താ സന്തോഷം നോക്കും മൊത്തം. ഹെവി ട്രക്കിംഗ് ആട്ടോ. അയ്യോ, വെള്ളം നോക്കിയേ. നമുക്കത് അവിടെ പെട്ടെന്ന് പോവാം. മഴ തുടങ്ങി. നമ്മുടെ ഏതോന്നെ അവിടെ നിർത്തി കേട്ടോ. ഞാനൊന്ന് വരെ മുകളിലെ ഫോട്ടോ നമുക്ക് പെട്ടെന്ന് തിരിച്ചിറങ്ങാം. അതിനിടയ്ക്ക് നല്ലൊരു മഴ പെയ്തു. നമ്മൾ മൊബൈലിൽ ഷൂട്ട് ചെയ്തുകൊണ്ട് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. വെള്ളം കൂടി വരുന്നുണ്ട്. നമുക്ക് തൊട്ട് മുകളിൽ ചെറിയൊരു വാട്ടർഫാളുണ്ട്. കടം വരുത് പോയിട്ട് പെട്ടെന്ന് തന്നെ തിരിച്ചിറങ്ങാം. എന്നാ കാറ്റാ. എന്നാ വെള്ളം ഒഴുകി. പെട്ടെന്ന് പോയില്ലെങ്കിൽ ഇനി വീട്ടിൽ പോകാൻ ഉണ്ടാവില്ല. പൊക്കോ പൊക്കോ.
മൊബൈലിൽ ഷൂട്ട് ചെയ്യുന്നതുകൊണ്ട് നല്ല ഷേപ്പ് ഉണ്ട്. നമ്മൾ ഈ വാട്ടർഫാളിൻ്റെ മുകളിലേക്ക് പോകുന്ന ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഇനി പുറകെ വരുന്നുണ്ട്. മഴയാണെന്ന് പറഞ്ഞ് ഒരിക്കലും നമ്മുടെ യാത്രകൾ മാറ്റി വെക്കരുത്. കാരണം മഴക്കാലത്താണ് നമ്മുടെ നാട് കാണാൻ ഏറ്റവും ഭംഗി. പക്ഷേ എവിടെ പോയാലും സൂക്ഷിച്ച് മാത്രം പോവുക. ചെലവുകളായി ഇതും കൂടെ കയറി അങ്ങനെ പോയാൽ നമ്മൾ സേഫ് ആവും കേട്ടോ. ഇത് കുറച്ചും കൂടെ ഉള്ളൂ. നമുക്കപ്പോൾ പോവാം. അപ്പോൾ ലാസ്റ്റ് കാണാൻ ഇതൊരു കഴിഞ്ഞ് നമുക്ക് കയറാൻ വെച്ചാൽ അത് വന്നപ്പോൾ ഇത്ര ഒന്നുമില്ല കേട്ടോ. എൻ്റെ പകുതി വെള്ളം ഉണ്ടായിരുന്നുള്ളേ. തിരിച്ചറിയപ്പോൾ കണ്ണടച്ച് നോക്കണ്ട വെള്ളത്തിലൊക്കെ അടൂരിക്കൂടിയില്ലേ ഒഴുക്ക് കൂടിയില്ലേ വന്നപ്പോൾ എത്ര ഒഴുക്കിലിറങ്ങി നമുക്ക് സുഖമായിട്ട് കിടന്നു വരായിരുന്നു. ഹെവി ഒഴുക്കാട്ടോ. വെള്ളം നമുക്ക് കാണുമ്പോൾ നമ്മൾ വെള്ളത്തെ മുട്ടുവഴയൊക്കെ ഉള്ളൂ. പക്ഷേ വെച്ചാൽ നമ്മൾ ചില സ്ഥലത്ത് ഭയങ്കര കുഴിയാണ്. കാല് നോക്കുമ്പോൾ നമ്മൾ താന്നു പോകും. അതുപോലെ നല്ല ഒഴുക്കായതുകൊണ്ട് നിൽക്കാൻ പറ്റണില്ല അവിടെ. നമ്മൾ വലിയൊരു ട്രെക്കിങ്ങിനൊക്കെ ഇറങ്ങിയതാണ്. പക്ഷെ നമുക്ക് പൂർത്തിയാക്കാൻ പറ്റില്ല കേട്ടോ. തിരിച്ച് വീട്ടിൽ പോവാ. വന്ന വഴിയായി കാണണേ. എന്നാ ഫുള്ള് മരമൊക്കെ പൊടിഞ്ഞു കിടക്കുക. നല്ല കാറ്റും മഞ്ഞുണ്ടോ. നല്ല കാറ്റും മഴയായിരുന്നു. പെട്ടെന്ന് വെള്ളം കൂടിപ്പോയി. എങ്ങനെയുണ്ട്? ഇപ്പോൾ മഴക്കാലത്ത് എല്ലാവരും നല്ല സേഫായിട്ട് യാത്ര ചെയ്യാം. നമ്മളെന്തായാലും ഇപ്പോൾ ഇവിടെ വണ്ടി എത്താറായി. നമ്മളിപ്പോൾ കണ്ട വാട്ടർഫാളില്ലേ, അതുപോലത്തെ തന്നെ ഒരുപാട് വാട്ടർഫാളുള്ള സ്ഥലമാണ് അത്. നമ്മളതിൻ്റെ ഏറ്റവും മുകളിലാണ് ഏറ്റവും വലിയ വെള്ളച്ചാട്ടം. അവിടെ പോകാനായിട്ട് ഇറങ്ങിയതാണ്. പക്ഷെ അവിടം വരെ പോക്ക് റിസ്ക്കാണ്. പെട്ടെന്നെങ്ങാനും വെള്ളം കൂടി വന്നാൽ നമ്മൾ താഴെ പോകും. നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരുന്നത് നമ്മുടെ സൗത്ത് ഇന്ത്യ റൈഡ് ആയിരുന്നു. നമ്മുടെ ലാപ്പ് കംപ്ലൈൻ്റ് ആയി. അപ്പോൾ ആ കൂട്ടത്തിൽ നമ്മുടെ വീഡിയോസും പോയി. അപ്പോൾ അത് റിക്കവർ ചെയ്യാനായിട്ട് ഒരുപാട് സമയമെടുത്തു. അതുകൊണ്ട് ആ വീഡിയോ ലേറ്റ് ആവുന്നത്. നമുക്ക് തൽക്കാലം ഇതുപോലെ ചെറിയ വീഡിയോ ഒക്കെ ചെയ്തിട്ട് അതിൻ്റെ കൂടെ ആ വീഡിയോയും വരും. പുറകെ ഉണ്ടാവും, കുറച്ച് ലേറ്റാവും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്താലുള്ളൂ ഞങ്ങൾക്ക് യാത്ര നടക്കുകയുള്ളൂ.